ഞങ്ങള് എറണാകുളത്തേക്ക് തിരിയണ വഴിക്ക് ഒരു അടിപൊളി സംഭവം ഉണ്ട്. ഹാപ്പി ക്രിസ്മസ്. ശരിക്കും പെരുമ്പാവൂരാണ് ഏറ്റവും കൂടുതൽ ഭായിമാരുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. ന്യൂ ഇയറിനുള്ള തിരക്കൊക്കെ ഉണ്ടാവൂലേ? ഒരു ചായയും കടിയും മേടിച്ചു തരാമോ? എനിക്കെന്നെ പത്തിരിയില്ല. വണ്ടി ഓടിച്ചു തരും കൂടുതൽ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് എറണാകുളം. അവിടെ എന്താ പരിപാടി? ബ്രോഡ്വേ ആണ് നമ്മുടെ പ്ലാൻ. യെസ്, അപ്പൊ ഇനി ബ്രോഡ്വേയിലേക്ക്. രണ്ടുപേര് പെട്രോൾ അടിക്കാനെന്ന് പറഞ്ഞ് പോയതാ. കാണുന്നില്ല. I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave. 6 feet deep under, but my body won't decay. Cause my messages are timeless, so they'll put them on display. Oh yeah, I rap with the soul. ഹാപ്പി ക്രിസ്മസ്. See a message for eternity for everyone. പിന്നിലേട്ടന് ആശ്രം വഴി തെറ്റിട്ടാ. അവര് ഞങ്ങള് കണ്ടെയ്നർ റോഡ് വഴി കയറി, അവര് പക്ഷെ നേരെ വിട്ടു. ട്രാഫിക് ഉള്ള കാരണം ചിലപ്പോ എത്താൻ വൈകുമായിരിക്കും, എങ്ങനെയാന്ന് അറിയത്തില്ല. ഭൂമി ഉരുണ്ടല്ലേ, എവിടെയെങ്കിലും വെച്ച് കാണും. അപ്പോ ഇതല്ല ബ്രോഡ്വേ. ഞങ്ങളിങ്ങനെ പോണ വഴിക്ക് കക്ക പറഞ്ഞ കുറച്ച് ചേട്ടന്മാരെ കണ്ടു, അവരെ കാണിച്ചു തരാം. അവിടെ കണ്ടിട്ട് വലിയ ആഴമില്ലാത്ത സ്ഥലമാണെന്ന് തോന്നുന്നു. ചാടി നോക്കടാ, അവരിറങ്ങി നിൽക്കുന്ന നോക്കടാ. ശരിയാണല്ലോ. എന്നാൽ നീ നാളെ നോക്കിട്ട് വാ. നടുക്കൊക്കെ നല്ല ആഴം ഉണ്ടോ അവിടെ? ഏയ് പോവാം. അവന്മാർക്ക് വേണ്ടിയിട്ടുണ്ടോ? അവരിപ്പോ അവിടെ എത്തിക്കാണോ? മറൈൻ ഡ്രൈവിലേക്ക് എത്തിക്കോട്ടോ. ഇപ്പൊ എന്നെ ചുറ്റിച്ച് എത്ര കിലോമീറ്റർ വണ്ടി ഓടിച്ചു തരും കൂടുതൽ. അവരോടെ പോയി അവിടെ ചെന്നേനെ ഒറ്റ എടുത്തട്ടെ. വിനിലേട്ടനാശനം കാണാനില്ല. മെയിൻ റൂട്ടിലാണ്. മെയിൻ റൂട്ട് ഏറ്റവും അറ്റത്ത് കുറെ സ്റ്റാറുകൾ തൂക്കിയിട്ടുണ്ട്. ഒരു വെള്ള ബോർഡ് ബ്ലാക്ക് കൊണ്ട് എഴുതിയത്. പിന്നെ ഇവിടെ നിന്ന് കണ്ടു നമുക്ക് അന്വേഷിച്ചെടുക്കാം. അമ്പിളി, താമരക്കുളത്ത് അമ്പിളി. ഇയാളെ കണ്ടായിരുന്നു. അങ്ങനെ ഒരുത്തനും ഇവിടെ ഇല്ലാന്നാണ് പറയുന്നത്. അടുത്ത ആളോടും ചോദിച്ചു നോക്കാം നമുക്ക്. കുറെ നേരമായി തപ്പി നടക്കുന്നു. ഇങ്ങനെ കണ്ടു കിട്ടി കഴിഞ്ഞാൽ അതാണ് ആശയം. പത്രത്തിൽ പരസ്യം കൊടുത്താലോ? ഫ്ലെക്സ് അടിച്ചാലോ? കാണാതായ കണ്ടിട്ട് മുതലാളി ഓനെ പിന്നെയും കാണാണ്ടായി. മില്ലെണ്ണ കണ്ടോ? ശരിക്കും ഇവിടെ വന്നിട്ട് തുടങ്ങാൻ പറ്റിയൊരു ബിസിനസ് പറഞ്ഞ ആശന. ശരിക്കും ഇവിടെ വന്നിട്ട് തുടങ്ങാൻ പറ്റിയത് മുറുക്കാങ്കട പറ്റിയതാ. ശരിക്കും പെരുമ്പാവൂരാണ് ഏറ്റവും കൂടുതൽ ഭായിമാരുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. അല്ല, പെരുമ്പാവൂരല്ല. ഏറ്റവും കൂടുതൽ ഭായിമാരുണ്ട് ബ്രോഡ്വേര. ബൈ 200 രൂപ.
ചായയും കടിയും മേടിച്ചു തരാമോ? അതെ, എനിക്കെന്നെ 10 രൂപയില്ല. ഞങ്ങളപ്പോൾ ബ്രോഡ്വേയിൽ കറങ്ങി തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെയോ ഇടവഴി കൂടെ പോയി ഞങ്ങൾക്ക് ഒരു പിടുത്തം കിട്ടില്ല. ഈ സ്ഥലം ഞങ്ങൾ 3ാമത്തെ പ്രാവശ്യം കാണുന്നത്. നല്ല തിരക്കുണ്ട് കേട്ടോ. പെരുമ്പാവൂർ വന്നൊരു ഫീലുണ്ട്. ഡ്രസ്സായാലും ഈ ഷൂസ് ഞങ്ങളെ സാധനം ഇവിടെ കിട്ടാത്തൊന്നും ഇല്ല. ഞങ്ങൾ പറ്റിച്ച് 30 രൂപ കൊടുക്കേണ്ട പേൻ പാർക്കിൽ 1 രൂപ പോലും കൊടുക്കാതെ വണ്ടി 30 രൂപ അല്ല, ഓരോ മണിക്കൂർ കഴിയുമ്പോൾ 30 രൂപ. നമ്മളിവിടെ വന്നിട്ട് എത്രയാ? 1 മണിക്കൂറിന് 30 രൂപ എങ്ങാണ്ട്. പൈസ കൊടുത്തില്ല. 3-4 മണിക്കൂർ എങ്ങാണ്ട് ഇവിടെ ചുറ്റിപ്പറ്റി ഇങ്ങനെ കറങ്ങി നടക്കണം. 30 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ട് വന്നു നമ്മൾ. അതെ, 30 രൂപ. പിന്നെ അവിടെ കിടക്കണം. വണ്ടി പറഞ്ഞിട്ട് അടുത്ത പേമാർക്ക് ഇവിടെ വെച്ചേക്കണ്. ബ്രോഡ്വേ എന്താ അഭിപ്രായം? നല്ല സുഖമായിട്ട് പോകുന്നു. കച്ചവടമൊക്കെ? കച്ചവടം കുഴപ്പമില്ല, നല്ല തിരക്കുണ്ട്. പേരെന്താ? റഷീദ്. 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 കടവന്ത്രയാണോ വീട്? അല്ല, അസം. ആസാം. അസം. ഇവിടെ കേരളത്തിൽ നിന്ന് എത്ര ആളായി? 12 കൊല്ലായി. 12 കൊല്ലം മലയാളം പഠിച്ചു ആസാമിൽ നിന്ന്. കായ്ക്കങ്ങ പോലും അറിയാൻ പാടില്ലാത്തവനാ ഈ പോയി മലയാളം തന്നെ പഠിച്ചു. മലയാളം അറിയില്ല. അറിയില്ലേ? ഞാൻ മലയാളം അല്ല പറയണേ. മലയാളിയല്ലേ, അവൻ ബംഗാളിയാ. ഇംഗ്ലീഷ് പറയുന്നു. പോന്നാ? അപ്പൊ ഓക്കെ, ബൈ. അങ്ങനെ ഞങ്ങള് ബ്രോഡ്വേ അവിടെ നിന്ന് നേരെ സുഭാഷ് പാർക്കിലേക്ക് വന്നിരിക്കുകയാണ്. നല്ല ചീഞ്ഞ സ്മെല്ലുണ്ട് ഇപ്പോൾ. ഞങ്ങൾക്കൊരു പനീനെ കിട്ടിയിട്ടുണ്ട്. പനി കിട്ടിയത് ഓപ്പറേഷൻ ക്രിസ്മസ് പാപ്പാനി. പുള്ളി ഞങ്ങളുടെ കയ്യിൽ മിസ്സായി. ഞങ്ങൾ ഒന്നുകൂടി തന്നെ കണ്ടുപിടിക്കട്ടെ. അപ്പം അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ പരിപാടിയൊക്കെ ഇങ്ങനെ പതുക്കെ വൈൻഡപ്പ് ചെയ്തു. ഞങ്ങളാദ്യം ബ്രോഡ്വേ പോയി. അവിടുത്തെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് നൈസായിട്ട് സുഭാഷ് പാർക്ക്. ഇല്ലൊന്നും മിണ്ടാണ്ടിരിക്കണം. പുള്ളിയുടെ കല്യാണം പറയുന്നത്. ഇല്ലയുടെ എന്തെങ്കിലും പറ. ഇന്നെങ്ങനെയുണ്ടായി പരിപാടി മൊത്തത്തില്? ഇന്നത്തെ പരിപാടി മറ്റേ ബ്രോഡ്വേക്ക് വന്നിരിക്കുക. എൻ്റെ പൊന്നെ തിരക്കോട് കിടക്കണം. ഞങ്ങളെന്തെങ്കിലും വാങ്ങിക്കാന്ന് കരുതിയിട്ട് പോയേ. പക്ഷെ ഒറ്റണത്തിനും പൈസ ഇല്ലാത്തവരണം ഒന്നും വാങ്ങിച്ചില്ല. കൊള്ളാം. നല്ലൊരു ശരിക്കും പറഞ്ഞാൽ വൈകുന്നേര സമയങ്ങളിൽ വന്നു കഴിഞ്ഞാൽ സെറ്റപ്പ് ആയിരിക്കും കേട്ടോ. ഞങ്ങൾ രാവിലെയാണ് വന്നത്. ഞങ്ങൾ ഉച്ചയ്ക്ക് ആയപ്പോൾ വന്നത്. ഭയങ്കര വെയിലും കാര്യങ്ങളാണ്. പക്ഷെ രാവിലെ രാത്രി പോയാൽ മതി ബ്രോഡ്വേയില്. ഈ പരിപാടി മെയിനായിട്ട് പ്ലാൻ ഇട്ടിട്ടുണ്ട്. അതെ, അരുൺ ചേട്ടൻ ആ കള്ളം മുങ്ങി. ഇതെല്ലാം നമുക്ക് പോവാൻ ഒക്കെ റെഡി ചെയ്ത് പറഞ്ഞിട്ട് പുള്ളി ഇന്ന് ഡ്യൂട്ടി ഒന്ന് തീർത്തു. വണക്കം വാഴുക. ബൈ ബൈ.